റഫ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച ഇസ്രയേൽ. താൽക്കാലിക വെടിനിർത്തൽ കരാർ ചർച്ച ഇന്ന് ഖത്തറിൽ പുനരാരംഭിക്കാനിരിക്കെ റഫ ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ല എന്ന് ആവർത്തിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തനിക്കെതിരായ അമേരിക്കയുടെ കുറ്റപ്പെടുത്തൽ അനുചിതമെന്നും നെതന്യാഹു പറഞ്ഞു. ദോഹയിൽ ഇന്ന് വെടിനിർത്തൽ കരാർ ചർച്ച പുനരാരംഭിക്കാനിരിക്കെ പ്രതീക്ഷയിലാണ് ലോകം മുഴുവൻ. മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ സംഘവും ചർച്ചയിൽ പങ്കുവഹിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ അപ്രായോഗികമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നെതന്യാഹു. കരാർ നടപ്പാക്കുക സങ്കീർണമാണെങ്കിലും ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. റഫയ്ക്ക് നേരെയുള്ള സൈനിക നടപടി അനിവാര്യമാണെന്നും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനായിരിക്കും അതെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഒക്ടോബർ 7 സംഭവം മറക്കരുതെന്നും ഇസ്രയേലിന് പകരം ഹമാസിന് മേലാണ് സമ്മർദ്ദം ചെലുത്തേണ്ടതെന്നും നെതന്യാഹു അമേരിക്കയെ ഓർമ്മിപ്പിച്ചു. തനിക്കെതിരെ US സ്റ്റേറ്റ് നേതാവ് ചക് ഷുമർ നടത്തിയ പ്രതികരണം തികച്ചും അനുചിതമാണെന്നും നെതന്യാഹു പ്രതികരിച്ചു. അതിനിടെ സെൻട്രൽ ഗാസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 36ആയി. പിന്നിട്ട 24 മണിക്കൂറിനിടെ 92 പേർ കൊല്ലപ്പെടുകയും 130 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 31,645 പേരാണ് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത്. വടക്കൻ ഗാസയിലേക്ക് ആഴ്ചകൾക്ക് ശേഷം 13 ട്രക്കുകൾ ഭക്ഷ്യവസ്തുക്കൾ എത്തിയെങ്കിലും പട്ടിണിയിലായ മനുഷ്യർക്ക് അതൊട്ടും പര്യാപ്തമായില്ല. നീണ്ട നേരം കാത്തുനിന്നിട്ടും ഒന്നും ലഭിക്കാതെ നിരാശരായി മടങ്ങുകയായിരുന്നു ആയിരങ്ങൾ. വ്യോമമാർഗവും കടൽ മാർഗവും ഭക്ഷണ വിതരണം നടത്താനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ഇസ്രയേൽ സർക്കാരിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി തുടരുകയാണ്. നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് ഉൾപ്പെടെയുള്ളവരും ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം നെതന്യാഹു തള്ളിയിരിക്കെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് എതിരാളികളുടെ തീരുമാനം. വടക്കൻ ഗാസയിൽ പട്ടിണി ആയിരങ്ങളുടെ മരണത്തിനിടയാക്കുമെന്ന ആശങ്കയ്ക്കിടയിലും ആക്രമണം ഘടിപ്പിച്ച് ഇസ്രയേൽ. പിന്നിട്ട് 24 മണിക്കൂറിനിടെ 81 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിലെ അൽ ഷഫയ്ക്ക് നേരെ ഇനിയും ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പുമായി സൈന്യം രംഗത്തെത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ അൽ ജസീറയുടേതുൾപ്പെടെ മാധ്യമപ്രവർത്തകരെ 12 മണിക്കൂറിന് ശേഷം ഇസ്രയേൽ മോചിപ്പിക്കുകയും ചെയ്യും. വിവസ്ത്രരാക്കി സൈന്യം മർദ്ദിച്ചതായി വിട്ടയച്ച മാധ്യമപ്രവർത്തകരാണ് ഇത് പറഞ്ഞത്. ഗാസയിൽ പട്ടിണി മൂലം ജനങ്ങൾ മരിക്കുന്ന അവസ്ഥയിൽ അന്തർദേശീയ സമൂഹം ലജ്ജിക്കണമെന്ന് UN റിലീഫ് മേധാവി മാർട്ടിൻ ഗ്രിഫ്തീസ് വ്യക്തമാക്കി. ഖത്തർ കേന്ദ്രീകരിച്ച് താൽക്കാലിക വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കെ അൽഷിഫ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണവും വടക്കൻ ഗാസയിലെ പട്ടിണി സാഹചര്യവും മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടിയും ഇസ്രയേലിനെതിരെ ലോകതലത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. അന്തർദേശീയ സമ്മർദ്ദത്തെ തുടർന്ന് അൽ ജസീറ റിപ്പോർട്ടുകൾ ഇസ്മായിൽ ഗാലിനെയും മറ്റു മാധ്യമപ്രവർത്തകരെയും ഇസ്രയേൽ വിട്ടയച്ചു. നീണ്ട 12 മണിക്കൂറിന് ശേഷമാണ് ഇവരെ മോചിപ്പിച്ചത്. സൈന്യം വിവസ്ത്രരാക്കി നിർത്തി മർദ്ദനങ്ങൾക്ക് വിധേയമാക്കിയെന്ന് ഇസ്മായിൽ ഗൗൽ പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ഉപകരണങ്ങളും സേന നശിപ്പിച്ചു. ഇന്നലെ കാലത്താണ് അൽഷിഫ ആശുപത്രിക്ക് നേരെ 4ാം തവണയും ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ആശുപത്രിയിൽ 20 പലസ്തീനികളെ കൊല്ലപ്പെടുത്തിയതായി ഇസ്രയേൽ സേന അറിയിച്ചു. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അതിലും കൂടുതലാണെന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ആശുപത്രി വളഞ്ഞ സൈന്യം ഇനിയും ആക്രമണത്തിന് നീക്കം നടത്തുന്നതായ റിപ്പോർട്ടുകളും പുറത്തുവന്നു. ആയിരങ്ങളാണ് ആശുപത്രിയിലും പരിസരത്തുമായി കഴിഞ്ഞുകൂടുന്നത്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ 81 പേരാണ് കൊല്ലപ്പെട്ടത്. 116 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ മരണം 31,726 ആയിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിൽ 35 പലസ്തീനികളെ കൂടി ഇസ്രയേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പട്ടിണി പിടിമുറുക്കിയ ഗാസ തുറന്ന ശ്മശാനമായി തീർന്ന യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു. വെടിനിർത്തൽ കരാർ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭയിൽ കടുത്ത ഭിന്നതയാണ് ഉള്ളത്. ഹമാസിനെ അമർച്ച ചെയ്ത് എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.